റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സിപിഐക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിലും മലപ്പുറം പരാമർശങ്ങളിലും വെള്ളാപ്പള്ളിയെ തള്ളി സിപിഐഎം. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. വെള്ളാപ്പള്ളി നടേശനെ നിയന്ത്രിക്കാനൊന്നും CPM-ന് ഉത്തരവാദിത്വമില്ല, ബാധ്യതയുമില്ല. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കും, തെറ്റായ ഒന്നിനെയും അംഗീകരിക്കുകയും ചെയ്യില്ല. ഇതാണ് ഞങ്ങളുടെ സമീപനം. മുമ്പും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെയോ ഒരു പ്രദേശത്തെ ജനതയെയോ വർഗീയമായി ചിത്രീകരിക്കുന്ന നിലപാടിനോട് അതാരായാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. വെള്ളാപ്പള്ളി നടേശനായാലും യോജിപ്പില്ല എന്ന കാര്യം മുൻകൂട്ടി തന്നെ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അന്ന് ഞങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് തന്നെയാണ്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളുകയാണോ പാർട്ടി? ഉറപ്പായും സുജിയ, വെള്ളാപ്പള്ളിയെ തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് ഇന്ന് രാവിലെ എം വി ഗോവിന്ദൻ നടത്തിയത്. ചതിയൻ ചന്തു എന്ന CPI-ക്ക് നേരെയുള്ള പ്രയോഗം അത് അംഗീകരിക്കാൻ CPIM-ന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇത്തരം വാക്കുകളെ പ്രതിരോധിക്കേണ്ട ബാധ്യത അത് CPIM-ന് ഇല്ല എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ തള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോയത് പോലും തെറ്റല്ല എന്ന വിലയിരുത്തലാണ് നേരത്തെ മുഖ്യമന്ത്രി നടത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറയുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ശബരിമലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന കാര്യങ്ങൾ, മലപ്പുറത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉയർത്തുന്ന വിവാദങ്ങൾ, അത് LDF-ലെ വോട്ട് ചോരാൻ ഇടയായി എന്ന CPI-യുടെ പ്രസ്താവനയാണ് CPI-ക്ക് നേരെ ഇങ്ങനെ ഉറഞ്ഞുതുള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അതിനെ പൂർണ്ണമായി തള്ളുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സുജയ, ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.